മക്കളെ അമ്മമ്മയുടെ വീട്ടിൽ പോയിട്ട് വരുമ്പോ അച്ചപ്പൊക്കെ കൊണ്ടുവരാവേ. മാമിയുടെ ഒരു മരുന്നില്ല, അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അമ്മ. കൊണ്ടുവരാം മക്കളെ. ബാക്കി വരുവാണെങ്കിൽ കൊണ്ടുവരാം. തികയൊന്നും അറിയത്തില്ല, ബാക്കി വരുവാണെങ്കിൽ കൊണ്ടുതരാവേ. ശരി അമ്മ. അമ്മ ഇറങ്ങുവാണ്. അച്ഛനാണെങ്കിൽ സ്കൂട്ടർ കൊണ്ട് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അടുക്കളയിലുണ്ടേ. എടി ഞാൻ മേലുണ്ട്, നോക്ക്. ഞാൻ നമ്മുടെ പുളി ആക്കുമായിരുന്നു, ഉപ്പും മുളകും പിന്നെ വെളിച്ചെണ്ണ ഒക്കെ ഇട്ട് കുഴച്ച് വരി തിന്നുന്ന സംഭവമില്ലേ. എന്തൊരു കഷ്ടം ഇത്, വായ കപ്പല് വരുന്ന ഓർത്തിട്ട്. നീ ആരടി എന്നോട് പറയാൻ? ഞാൻ ഇഷ്ടമുണ്ടെങ്കിൽ താഴെ ഇറങ്ങും, തലം കൊത്തി വീഴും. നിനക്ക് എന്താടി? എന്താടി ഞാൻ പോകുന്ന സ്ഥലമല്ലേ നിനക്ക് പറഞ്ഞു തരണോ? ഇരിപ്പുണ്ടെങ്കിൽ എന്ത്? കാഞ്ചനാപ്രാതത്തിന്റെ സിനിമ. നമ്മൾ റിമോട്ടിൽ അടി ഉണ്ടാക്കും പറഞ്ഞുകൊണ്ട് അമ്മയാണെങ്കിൽ ആ റിമോട്ട് ഒളിപ്പിച്ച് എവിടെ വെച്ചിട്ടുണ്ട്. മരിക്കിരുന്ന് കാണുവണ്ണേ, അല്ലെ റൂമിൽ പോയി കിടക്ക്. ഒന്നും മിണ്ടായിരിക്കുന്നുണ്ട് വേണ്ട, നീ കാണുന്നില്ല, ഞാനെങ്കിലും ഇത് കാണട്ടെ. നീ ആ സൗണ്ട് കേട്ടോ? മിണ്ടലാണ്. പിന്നെ ആരാണ്ട് കരയുന്നത്? ചിലപ്പോ അതിലല്ല പ്രേതമാണെങ്കിൽ നീ സംസാരിക്കുന്നതാണ് നിന്നെ പിടിച്ചോണ്ട് പോകത്തില്ലേ? നീ എന്തിനാടി മിന്നു എന്റെ കത്ത് കെട്ടിപ്പിടിച്ച? മാറടി. പടം കഴിഞ്ഞു. ആടി ഞാൻ പോന്നിടത്ത് എന്നെ പുറത്ത് കെട്ടിക്കൊണ്ട് പാടി നിന്നെ. നിനക്ക് പേടിയില്ലെന്നല്ലേ, ഞാൻ ശരിയൊക്കെ തരാടി. ആരാടി നിന്റെ ചേട്ടൻ? ഞാൻ കാഞ്ചന പ്രേതം. ശബ്ദം ഉണ്ടാക്കരുത്, നിന്റെ ചോര ഞാൻ കുടിക്കും. മക്കളെ അമ്മ വന്ന്. അമ്മേ മോൻ പറഞ്ഞു മാമിയുടെ മറ്റേ മരുന്നൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കിയൊക്കെ പിന്നെ അച്ചപ്പൊക്കെ കൊണ്ടുവന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ തിന്നാൻ കൊണ്ടുവന്നിട്ടുണ്ടേ. അല്ലാതെ നിന്റെ അനിയത്തി എന്തി? എനിക്കറിയത്തില്ല, അവൾ അവിടെ ഉണ്ട്. ഞാനാണ് ശരിയാക്കുന്നുണ്ട്. എങ്ങോട്ട് വാടാ? എന്താ അമ്മ വിളിച്ചേ? അതെ, മക്കൾക്ക് ഒരു സമ്മാനം തരാം, ഇങ്ങോട്ട് വന്നേ. എന്താ സമ്മാനം അമ്മേ? എങ്ങനെയൊന്ന് ഉറപ്പത്തിലിട്ട് പൊട്ടിക്കുന്നത് കാണിച്ചുതരാം. എന്റെ തുമ്പിന്ന് വെറുപ്പിക്കാതെ പൊക്കോണം പറഞ്ഞ അല്ല ഒരെണ്ണം വെച്ച് കഴിഞ്ഞു. അയ്യോ അമ്മ ഞാനല്ല. നീ പിന്നെ വെറുപ്പിക്കാതെ മുമ്പേ നോക്കണം. അയ്യോ അമ്മ ഞാനല്ല. നിനക്കേ വെച്ചിട്ടുണ്ട്. അയ്യോ അമ്മ ഞാനല്ല, ഇവളാ.